നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബ്രിട്ടീഷ് ലേബർ പാർട്ടിയുടെ പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള സമയക്രമം പ്രഖ്യാപിച്ച് പാർട്ടി ദേശീയ നിർവാഹക സമിതി. പ്രധാനമന്ത്രി കിയർ സ്റ്റാർമറുടെ പിൻഗാമിയെ ജൂലൈ 17 പ്രഖ്യാപിക്കും. മത്സരത്തിൽ ഏക സ്ഥാനാർത്ഥിയായി തുടരുകയാണെങ്കിൽ ആൻഡി ബേൺഹാം ഏതാനും ആഴ്ചകൾക്കകം ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കും. പാർട്ടിയുടെ പുതിയ നേതാവാകാൻ ആഗ്രഹിക്കുന്ന എംപിമാർക്ക് ജൂലൈ 9 മുതൽ 15 വരെ ഉറപ്പാക്കേണ്ടത് 81 ലേബർ എംപിമാരുടെ പിന്തുണയും ജൂലൈ 16 വരെ ട്രേഡ് യൂണിയൻ ഉൾപ്പെടെയുള്ള അനുബന്ധ സംഘടനകളുടെ ആവശ്യമായ നാമനിർദ്ദേശങ്ങളും നേടണം. ഒന്നിലധികം സ്ഥാനാർത്ഥികൾ യോഗ്യത നേടുകയാണെങ്കിൽ ഓഗസ്റ്റ് 6 മുതൽ 27 വരെ പാർട്ടി അംഗങ്ങളുടെയും അനുബന്ധ സംഘടനകളുടെ അംഗങ്ങളുടെയും വോട്ടെടുപ്പ് നടക്കും. പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർക്ക് പകരക്കാരനായി ആൻഡി ബേൺഹാം എത്തുമെന്ന് ഉറപ്പായതോടെ ലണ്ടനിൽ പ്രോപ്പർട്ടി ടാക്സ് വർദ്ധിക്കുമെന്ന് ആശങ്ക. സർ കീർ സ്റ്റാർമർ രാജി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ നഗരത്തിലെ നിക്ഷേപ സാധ്യതകൾ ഇല്ലാതെയാക്കരുതെന്ന് ബേൺഹാമിന് മുന്നറിയിപ്പുമായി ലണ്ടൻ മേയർ സാദിഖ് ഖാൻ. ആൻഡി ബേൺഹാം ലണ്ടൻ വിരുദ്ധ നയങ്ങൾ കൈക്കൊണ്ടേക്കാമെന്ന ആശങ്ക ശക്തമാകുന്നു. നമ്പർ 10 എത്തുകയാണെങ്കിൽ നിലവിലെ കൗൺസിൽ ടാക്സിനും സ്റ്റാമ്പ് ഡ്യൂട്ടിക്കും പകരമായി ഭൂമി വിലയെ അടിസ്ഥാനമാക്കിയുള്ള ലെവി കൊണ്ടുവരാൻ സാധ്യത. ബ്രിട്ടനിൽ കുടിയേറ്റക്കാർക്കിടയിലെ മഹാ ആശങ്ക ഒഴിയുന്നു. കേരളന്മാർ അടക്കം അനേക മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് പ്രതികൂലമായി ബാധിക്കേണ്ടിയിരുന്ന പുതിയ നിയമം പാർലമെന്റിൽ അവതരിപ്പിക്കില്ല. പുതിയ കുടിയേറ്റ നിയമം എതിർത്ത ഇമിഗ്രേഷൻ മിനിസ്റ്റർ മൈക്ക് ടാപ്പിനെ പുറത്താക്കാനുള്ള ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദിന്റെ നീക്കം വിജയിച്ചില്ല. ആൻഡി ബേൺഹാമും സ്റ്റാറ്റസ് കോ തുടരണമെന്ന നിലപാടുകാരനാണ് എന്ന് സൂചന. 10,000-കണക്കിന് കേരള വർക്കർമാരെയും അവരുടെ കുടുംബങ്ങളെയും PR ലഭിക്കുന്നതിന് 10 വർഷം വരെ കാത്തിരിക്കാൻ നിർബന്ധിതമാക്കുന്ന പുതിയ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ ഹോം ഓഫീസ്. ഷബാന മഹ്മൂദിന്റെ മലക്കമറിച്ചിൽ ബ്രിട്ടീഷ് ഖജനാവിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ലക്ഷക്കണക്കിന് പൗണ്ടിനെ നഷ്ടം വരുത്തുമെന്ന് കണക്ക്. ഹോർമൂസ് കടലിടുക്കിൽ ചരക്കുകപ്പലിനു നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിനു പിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ശക്തമായ വ്യോമാക്രമണം നടത്തി അമേരിക്കൻ സൈന്യം. ഇറാന്റേത് വെടിനിർത്തൽ കരാറിന്റെ വിഡ്ഢിതം നിറഞ്ഞ ലംഘനമാണെന്ന് കുറ്റപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുടെ അപ്രതീക്ഷിത സൈനിക നീക്കം ട്രംപിന്റെ മുന്നറിയിപ്പിന് തൊട്ടു പിന്നാലെ. ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് വാണിജ്യ ചരക്കുകപ്പലിനു നേരെ ഇറാന്റെ വൺ വേ അറ്റാക്ക് ഡ്രോൺ ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ വ്യാഴാഴ്ച. ഹോർമൂസ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന 11,000-ലധികം നാവികരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാനുള്ള അടിയന്തര പദ്ധതികൾക്ക് ദ്രുതഗതിയിൽ തുടക്കം. ആക്രമണത്തോട് ഔദ്യോഗികമായി പ്രതികരിക്കാതെ ഇറാൻ. അമേരിക്ക മെക്സിക്കോ അതിർത്തിയിലെ അഭയാർത്ഥി അപേക്ഷകരുടെ എണ്ണം നിയന്ത്രിക്കാൻ മുമ്പ് നടപ്പാക്കിയിരുന്ന കുടിയേറ്റ നയം വീണ്ടും പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന് അനുമതി നൽകി അമേരിക്കൻ സുപ്രീം കോടതി. സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചത് 6-3 ഭൂരിപക്ഷത്തിൽ. അഭയാർത്ഥി അപേക്ഷകൾ ദിവസേന പരിമിതപ്പെടുത്തുന്ന മ്യൂട്ടറിംഗ് നയം തടഞ്ഞുകൊണ്ടുള്ള കീഴ്ക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കി സുപ്രീം കോടതി. അതിർത്തിയിലെ പ്രവേശന കേന്ദ്രങ്ങളിൽ ഓരോ ദിവസവും നിയമം മൂലം അഭയാർത്ഥി അപേക്ഷ നൽകാൻ അനുവാദം ഉണ്ടായിരുന്നത് നിശ്ചിത എണ്ണം ആളുകൾക്ക് മാത്രം. അതിർത്തിയിലൂടെ വർദ്ധിച്ചു വരുന്ന അഭയാർത്ഥി പ്രവാഹം നിയന്ത്രിക്കാൻ കുടിയേറ്റ നയം അനിവാര്യമാണെന്ന് ട്രംപ്. ഗാസയിലെ ഇസ്രായേൽ നടപടികൾക്കെതിരെ ലോകമെമ്പാടും പ്രതിഷേധം ശക്തമാകുമ്പോഴും കേന്ദ്ര സർക്കാർ തുടരുന്ന മൗനത്തെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി. ലോകം ഇസ്രായേലിൽ നിന്ന് അകലുമ്പോൾ ഇന്ത്യ കൂടുതൽ അവരുടെ തന്ത്രപ്രധാന സ്വാധീന വലയത്തിലേക്ക് വീഴുകയാണെന്ന് സോണിയാഗാന്ധി. പലസ്തീൻ, ഇറാൻ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ തുടങ്ങിയ നമ്മുടെ പരമ്പരാഗത സുഹൃത്തുക്കളെ ഇന്ത്യ അകറ്റി നിർത്തിയെന്നും ഇന്ത്യക്ക് മുൻകൈയെടുക്കാമായിരുന്ന മധ്യസ്ഥന്റെ റോളിലേക്ക് ഇപ്പോൾ പാകിസ്ഥാൻ കടന്നുവരുന്നത് നമ്മുടെ തന്ത്രപരമായ പരാജയമാണെന്നും സോണിയാഗാന്ധിയുടെ രൂക്ഷ വിമർശനം. മോദി സർക്കാരിന്റെ വിദേശ നയത്തെയും നിലപാടിനെയും സോണിയാഗാന്ധി ചോദ്യം ചെയ്തത് UN കമ്മീഷൻ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടി. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക് നീളുന്നു. 5 ബാങ്ക് ജീവനക്കാരുടെ പങ്കുകൂടി അന്വേഷിക്കാൻ പോലീസ് നീക്കം. ക്ഷേത്രത്തിൽ നിന്നും തട്ടിയെടുത്ത പണം ശൗചാലയത്തിൽ സൂക്ഷിച്ച ശേഷം പുറത്തേക്ക് കടത്തിയെന്ന് പോലീസിന്റെ കണ്ടെത്തൽ. തട്ടിപ്പിൽ ആരോപണ വിധേയനായ VHP ഉപാധ്യക്ഷനും ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയുമായ ചമ്പത് റായിയും രാമക്ഷേത്ര ട്രസ്റ്റ് അംഗം അനിൽ മിശ്രയും രാജി നൽകി. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പിൽ ഇതുവരെ അറസ്റ്റിലായത് 8 പേർ. 7 പേരിൽ നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ഏകദേശം 80 ലക്ഷം രൂപ. കോഴിക്കോടും കണ്ണൂരും അടക്കം 4 ജില്ലകളിൽ DMO നിയമനം പ്രതിസന്ധിയിൽ. നിയമന പ്രതിസന്ധിക്ക് പിന്നിൽ രാഷ്ട്രീയ ചരടുവലിയെന്ന ആക്ഷേപം ശക്തം. DCC നേതൃത്വവും ആരോഗ്യമന്ത്രിയും 2 തട്ടിലായതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയതെന്ന് സൂചന. കോഴിക്കോട് മാത്രം പരിഗണനയിലുള്ളത് 11 പേർ. കാസർഗോഡും മലപ്പുറത്തും സമാന പ്രതിസന്ധിയുണ്ട് എന്നും റിപ്പോർട്ട്. ഷിഗല്ല അടക്കം പകർച്ചവ്യാധികൾ രൂക്ഷമാകുന്ന ജില്ലകളിലെ DMO പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് കടുത്ത ആശങ്ക. ആരോഗ്യമന്ത്രി നിയമസഭയിൽ നൽകിയ ഉറപ്പ് പാലിക്കണമെന്ന് PM മുഹമ്മദ് റിയാസ്. പകർച്ചപ്പനികളുടെ കാലത്ത് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉണ്ടായിരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്നും അവരാണ് കാര്യങ്ങൾ ഏകോപിപ്പിക്കേണ്ടതെന്നും KK ശൈലജ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അസാധാരണ നീക്കവുമായി ED. 9ാം പ്രതിയുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ED ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. 9ാം പ്രതിയായ ഹരീഷ് കുമാർ കേസിൽ ജാമ്യം ലഭിക്കുന്ന ആദ്യ പ്രതി. പ്രതിക്ക് ജാമ്യം ലഭിച്ചത് പ്രതിയെ കസ്റ്റഡിയിൽ വേണ്ട എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ വാദിച്ചതോടെ
ED കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണങ്ങളും ചോദ്യം ചെയ്യലുകളും നടന്നു വരുന്നതിനാലും പ്രതി ജാമ്യത്തിലിറങ്ങിയാൽ സമാന രീതിയിലുള്ള ആക്രമണ സംഭവങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തി ഗുരുതര ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനിടയുണ്ടെന്നും പോലീസ് റിപ്പോർട്ട്. വാർത്തകൾ വിശദമായി. ബ്രിട്ടീഷ് ലേബർ പാർട്ടിയുടെ പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള സമയക്രമം പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതി പ്രഖ്യാപിച്ചു. ഇതനുസരിച്ച് നിലവിലെ പ്രധാനമന്ത്രി കിയർ സ്റ്റാർമറുടെ പിൻഗാമിയെ ജൂലൈ 17 തന്നെ പ്രഖ്യാപിക്കാനാകും. മത്സരത്തിൽ ഏക സ്ഥാനാർത്ഥിയായി തുടരുകയാണെങ്കിൽ ആൻഡി ബേൺഹാം ഏതാനും ആഴ്ചകൾക്കകം ബ്രിട്ടന്റെ പ്രധാനമന്ത്രി പദവിയിൽ ചുമതലയേൽക്കും. പ്രധാനമന്ത്രി കിയർ സ്റ്റാർമറുടെ പിൻഗാമിയെ ജൂലൈ 17 തന്നെ പ്രഖ്യാപിക്കാനാകുമെന്ന് സൂചന. പാർട്ടിയുടെ പുതിയ നേതാവാകാൻ ആഗ്രഹിക്കുന്ന എംപിമാർക്ക് ജൂലൈ 9 മുതൽ 15 വരെ 81 ലേബർ എംപിമാരുടെ പിന്തുണ ഉറപ്പാക്കണം. തുടർന്ന് ജൂലൈ 16 വരെ ട്രേഡ് യൂണിയനുകൾ ഉൾപ്പെടെയുള്ള അനുബന്ധ സംഘടനകളുടെ ആവശ്യമായ നാമനിർദ്ദേശങ്ങളും നേടേണ്ടതുണ്ട്. ഈ മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കുന്ന ഏക സ്ഥാനാർത്ഥി ആൻഡി ബേൺഹാം മാത്രമാണെങ്കിൽ ജൂലൈ 17 ചേരുന്ന പ്രത്യേക ലേബർ സമ്മേളനത്തിൽ അദ്ദേഹത്തെ ഔദ്യോഗികമായി നേതാവായി പ്രഖ്യാപിക്കും. തുടർന്ന് രാജാവിന്റെ ഔപചാരിക അംഗീകാരത്തോടെ അദ്ദേഹം പ്രധാനമന്ത്രിയാകും. അതേസമയം ഒന്നിലധികം സ്ഥാനാർത്ഥികൾ യോഗ്യത നേടുകയാണെങ്കിൽ ഓഗസ്റ്റ് 6 മുതൽ 27 വരെ പാർട്ടി അംഗങ്ങളുടെയും അനുബന്ധ സംഘടനകളുടെ അംഗങ്ങളുടെയും വോട്ടെടുപ്പ് നടക്കും. അന്തിമ ഫലം ഓഗസ്റ്റ് 29 പ്രഖ്യാപിക്കും. കിയർ സ്റ്റാർമർ രാജി പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ ആൻഡി ബേൺഹാം മത്സരിക്കുമെന്ന് സ്ഥിരീകരിച്ചിരുന്നു. മുതിർന്ന മന്ത്രി ഡാരൻ ജോൺസും മുൻ സായുധ സേനാ മന്ത്രി ആൽ കാർസനും മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ജോൺസ് മത്സരിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. കാൺസൺ ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. മുൻ ആരോഗ്യമന്ത്രി വെസ്ട്രീറ്റിംഗും മത്സരിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് ബേണിന് പിന്തുണ പ്രഖ്യാപിച്ചു. ധനമന്ത്രി റേച്ചൽ റീസ്, വിദേശകാര്യമന്ത്രി ഇവറ്റ് കൂപ്പർ, വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രിജറ്റ് ഫിലിപ്സൺ, ആരോഗ്യമന്ത്രി ജെയിംസ് മറേ എന്നിവരും ബേണിനെ പിന്തുണച്ചിട്ടുണ്ട്. ബേണിന് ലഭിക്കുന്ന ശക്തമായ പിന്തുണ മൂലം മറ്റൊരു സ്ഥാനാർത്ഥിക്ക് ആവശ്യമായ നാമനിർദ്ദേശങ്ങൾ നേടുക പ്രയാസകരമാകുമെന്നാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർക്ക് പകരക്കാരനായി ആൻഡി ബേൺഹാം എത്തുമെന്ന് ഉറപ്പായതോടെ ലണ്ടനിൽ പ്രോപ്പർട്ടി ടാക്സ് വർദ്ധിക്കുമെന്ന ആശങ്ക കനക്കുന്നു. സർ കീർ രാജി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ നഗരത്തിലെ നിക്ഷേപ സാധ്യതകൾ ഇല്ലാതെയാക്കരുതെന്ന് ബേൺഹാമിന് മുന്നറിയിപ്പുമായി ലണ്ടൻ മേയർ സാദിഖ് ഖാൻ രംഗത്തെത്തി. പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർക്ക് പകരക്കാരനായി ആൻഡി ബേൺഹാം എത്തുമെന്ന് ഉറപ്പായതോടെ ലണ്ടനിൽ പ്രോപ്പർട്ടി ടാക്സ് വർദ്ധിക്കുമെന്ന ആശങ്ക കനക്കുന്നു എന്ന് സൂചന. സർ കീർ സ്റ്റാർമർ രാജി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ നഗരത്തിലെ നിക്ഷേപ സാധ്യതകൾ ഇല്ലാതാക്കരുതെന്ന് ബേൺഹാമിന് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയ ലണ്ടൻ മേയർ സാദിഖ് ഖാൻ തലസ്ഥാന നഗരത്തിന്റെ വളർച്ച രാജ്യത്തിന് മുഴുവൻ പ്രയോജനമുണ്ടാക്കുന്ന ഒന്നാണെന്നും ചൂണ്ടിക്കാണിച്ചു. എന്നിരുന്നാലും മുൻ മാഞ്ചസ്റ്റർ മേയർ ലണ്ടൻ വിരുദ്ധ നയങ്ങൾ കൈക്കൊണ്ടേക്കാമെന്ന ആശങ്ക ശക്തമാവുകയാണ്. മറ്റ് പ്രദേശങ്ങളിലേക്ക് മില്യൺ കണക്കിന് പൗണ്ടുകൾ ഒഴുകുന്നതിനുള്ള സൗകര്യം അദ്ദേഹം ചെയ്തേക്കാമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. നമ്പർ 10 എത്തുകയാണെങ്കിൽ നിലവിലെ കൗൺസിൽ ടാക്സിനും സ്റ്റാമ്പ് ഡ്യൂട്ടിക്കും പകരമായി ഭൂമി വിലയെ അടിസ്ഥാനമാക്കിയുള്ള ലെവി കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഇത് ലണ്ടനിലെ ധനികരെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഉറപ്പാണ്. നേരത്തെ ബേൺഹാം പിന്തുണച്ചിരുന്ന ഈ പരിഷ്കാരം നടപ്പിലാക്കിയാൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് 1000 പൗണ്ട് വരെ അധിക പ്രോപ്പർട്ടി ടാക്സ് നൽകേണ്ടതായി വരും. കഴിഞ്ഞ കുറച്ചുനാളായി ഡെമോക്ലീസിന്റെ വാൾ പോലെ മലയാളികളടക്കം ആയിരങ്ങളുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടന്ന മഹാ ആശങ്ക ഏതാണ്ട് ഒഴിഞ്ഞു. കേരളമാർ അടക്കം അനേകം മേഖലകളിൽ പണിയെടുക്കുന്നവർക്ക് 5 വർഷമാകുമ്പോൾ PR നൽകേണ്ടതില്ല എന്നും 10 മുതൽ 20 വരെ വർഷം കൊണ്ട് PR നൽകിയാൽ മതിയെന്നുമുള്ള പുതിയ നിയമം പാർലമെന്റിൽ അവതരിപ്പിക്കാനിരിക്കവേ അത് വേണ്ടെന്ന് വെക്കാനുള്ള നീക്കം സജീവമായി. കേരള വിസയിൽ എത്തിയവർ അടക്കമുള്ളവർക്ക് PR 5 വർഷമായി നിലനിർത്താൻ നീക്കം ശക്തമായതോടെ PR ആശങ്ക ഒഴിയുന്നു എന്ന് റിപ്പോർട്ട്. ഇതിനെ എതിർത്ത ഇമിഗ്രേഷൻ മിനിസ്റ്റർ മൈക്ക് ടാപ്പിനെ പുറത്താക്കാനുള്ള ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദിന്റെ നീക്കം വിജയിച്ചില്ല എന്ന് മാത്രമല്ല പുതിയ പ്രധാനമന്ത്രി ആൻഡി ബേൺഹാമും സ്റ്റാറ്റസ് കോ തുടരണം എന്ന നിലപാടുകാരൻ ആണെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ. ആൻഡി ബേൺഹാമിനെ പ്രീതിപ്പെടുത്താനുള്ള നീക്കമായിട്ടാണ് ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതിന്റെ ഭാഗമായി 10,000-കണക്കിന് കേരള വർക്കർമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും PR ലഭിക്കുന്നതിന് 10 വർഷം വരെ കാത്തിരിക്കാൻ നിർബന്ധിതമാക്കുന്ന പുതിയ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാനാണ് ഹോം ഓഫീസ് ശ്രമിക്കുന്നത്. ബേൺഹാം മന്ത്രിസഭയിൽ ഒരു സുപ്രധാന സ്ഥാനം ലഭിക്കുമെന്ന് കരുതപ്പെടുന്ന ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദിന്റെ ഈ മലക്കമറിച്ചിൽ ബ്രിട്ടീഷ് ഖജനാവിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ലക്ഷക്കണക്കിന് പൗണ്ടിന്റെ നഷ്ടം വരുത്തുമെന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ അത്തരമൊരു തീരുമാനം ഉണ്ടാകുന്നതിന് മുൻപായി തന്റേതെന്ന രീതിയിൽ ഈ നയം അവതരിപ്പിച്ച് ബേൺഹാമിന്റെ പ്രീതി പിടിച്ചുപറ്റാൻ ഇമിഗ്രേഷൻ മന്ത്രി മൈക്ക് ടാപ്പ് ശ്രമിച്ചതാണ് മഹ്മൂദിനെ ചൊടിപ്പിച്ചതെന്നാണ് ചില ഉന്നത വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതായിരുന്നു അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്നും നീക്കം ചെയ്യണമെന്ന ആവശ്യം ഹോം സെക്രട്ടറി ഉയർത്താൻ ഇടയാക്കിയത്. എന്നാൽ അസാധാരണമാം വിധം ആ ആവശ്യം പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ പാടെ നിരസിക്കുകയായിരുന്നു. സ്റ്റാർമറുടെ ഏറ്റവും അടുത്ത അനുയായികളിൽ ഒരാളാണ് ടാപ്പ്. അതുകൊണ്ട് തന്നെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള ധാർമ്മിക ഉത്തരവാദിത്തങ്ങൾ ടാപ്പിനെ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് പ്രധാനമന്ത്രി ചെയ്തിരിക്കുന്നത്. മന്ത്രിമാരുടെ പെരുമാറ്റച്ചട്ടങ്ങൾ പാലിച്ചോ ഇല്ലയോ എന്നത് ഏതെങ്കിലും സെക്രട്ടറിമാരല്ല തീരുമാനിക്കേണ്ടത്. അത് പ്രധാനമന്ത്രിയുടെ ചുമതലയാണെന്ന വിശദീകരണവും ഇന്നലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വന്നിട്ടുണ്ട്. PR-നുള്ള കാലാവധി നീട്ടുന്നതിൽ നിന്നും നിലവിൽ ബ്രിട്ടനിലുള്ള കേരള വർക്കർമാരെ ഒഴിവാക്കണമെന്ന അഭിപ്രായമായിരുന്നു മൈക്ക് ടാപ്പ് ടൈംസിൽ എഴുതിയ ലേഖനത്തിലൂടെ പ്രകടിപ്പിച്ചത്.
എന്നാൽ ഹോം സെക്രട്ടറി നിലവിൽ പരിഗണിക്കുന്ന ഒരു നിർദ്ദേശത്തെക്കുറിച്ച് എഴുതിയത് ശരിയായില്ല എന്നായിരുന്നു ഒരു ഹോം ഓഫീസ് വക്താവ് ഇതിനോട് പ്രതികരിച്ചത്. ഷബാന മഹ്മൂദിന്റെ പുതിയ നയമനുസരിച്ച് സംഘടനകൾക്കും കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾക്കും ബ്രിട്ടനിലെത്തുന്ന ആയിരക്കണക്കിന് അഭയാർത്ഥികളെ സ്പോൺസർ ചെയ്യാൻ കഴിയും. കഴിഞ്ഞ വർഷം നവംബറിൽ ആദ്യമായി പ്രഖ്യാപിച്ച ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് ഹോം സെക്രട്ടറിയുടെ തീരുമാനം. ഷബാന മഹ്മൂദിന്റെ പുതിയ നയമനുസരിച്ച് സംഘടനകൾക്കും കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾക്കും ബ്രിട്ടനിലെത്തുന്ന ആയിരക്കണക്കിന് അഭയാർത്ഥികളെ സ്പോൺസർ ചെയ്യാൻ കഴിയുമെന്ന് റിപ്പോർട്ട്. അഭയാർത്ഥികൾക്ക് സുരക്ഷിതമായും നിയമപരവുമായി ബ്രിട്ടനിലെത്താനുള്ള പുതിയ മാർഗം സൃഷ്ടിക്കലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലേബർ പാർട്ടിയിലെ ഇടതുപക്ഷത്തെ സ്വാധീനിക്കാനാണ് ഇത്തരമൊരു നീക്കമെന്നാണ് കരുതുന്നത്. ലോകത്തിലെ ആഭ്യന്തര യുദ്ധങ്ങളും കലാപങ്ങളും അരങ്ങേറുന്ന വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. അടുത്തയാഴ്ച പ്രസിദ്ധപ്പെടുത്തുന്ന പുതിയ ഇമിഗ്രേഷൻ ബില്ലിൽ ഇത് ഉൾക്കൊള്ളിക്കുമെന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കുടുംബത്തോടൊപ്പം കഴിയാനുള്ള അവകാശം ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇതുവഴി കഴിയുമെന്നാണ് ഷബാന മഹ്മൂദ് അവകാശപ്പെടുന്നത്. യൂറോപ്യൻ മനുഷ്യാവകാശ കൺവെൻഷനുമായി പൊരുത്തപ്പെടുന്നതിനായി കുടുംബം എന്നതിന്റെ നിർവചനവും പരിഷ്കരിക്കും. തൊട്ടടുത്ത ബന്ധുക്കളെ മാത്രമായിരിക്കും കുടുംബം എന്ന നിർവചനത്തിൽ ഉൾക്കൊള്ളിക്കുക. അതേസമയം യൂറോപ്യൻ മനുഷ്യാവകാശ കമ്മീഷന്റെ ആർട്ടിക്കിൾ 8 അനധികൃതമായി യുകെയിൽ എത്തുന്നവരെ നാടുകടത്തുന്നത് തടയുവാനായി അനാവശ്യമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് വിമർശകർ ആരോപിക്കുന്നുണ്ട്. ഗാർഹിക പീഡനത്തിലെ പ്രതിയെ നാടുകടത്തുന്നത് തടഞ്ഞതുപോലുള്ള സംഭവങ്ങൾ ഒഴിവാക്കാൻ പുതിയ നിയമം സഹായിക്കുമെന്നാണ് മഹ്മൂദ് പറയുന്നത്. അതിനു പുറമെ കുറ്റകൃത്യങ്ങൾക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരെയും അഭയാപേക്ഷ നിരസിക്കപ്പെട്ടവരെയും ആധുനിക അടിമത്ത നിരോധന നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും. ഇലക്ട്രൽ രജിസ്റ്ററിൽ ഇല്ല എന്ന കാരണത്താൽ പാർട്ടി നേതാവ് സാക് പൊളാൻസ്കി നൽകിയ സംഭാവന തിരിച്ചു നൽകാൻ നിർബന്ധിതരായിരിക്കുകയാണ് ഗ്രീൻ പാർട്ടി. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 23-നായിരുന്നു പൊളാൻസ്കി പാർട്ടിയുടെ ലണ്ടൻ ബ്രാഞ്ചിന് 1,53,945 പൗണ്ട് സംഭാവന നൽകിയത്. എന്നാൽ അദ്ദേഹം ആ സമയത്ത് വോട്ടർ ലിസ്റ്റിൽ ഇല്ലായിരുന്നതിനാൽ അത് നിയമവിരുദ്ധമായി കണക്കാക്കപ്പെടും. ഇലക്ട്രൽ രജിസ്റ്ററിൽ ഇല്ല എന്ന കാരണത്താൽ പാർട്ടി നേതാവ് സാക് പൊളാൻസ്കി പാർട്ടിയുടെ ലണ്ടൻ ബ്രാഞ്ചിന് സംഭാവന നൽകിയ 1,53,945 പൗണ്ട് തിരിച്ചു നൽകാൻ നിർബന്ധിതനായിരിക്കുകയാണ് ഗ്രീൻ പാർട്ടി. രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട അടിസ്ഥാന നിയമങ്ങൾ പോലും അറിയാത്തയാളാണ് പാർട്ടി നേതാവായിരുന്നു എന്ന് ലേബർ പാർട്ടിയുടെ പ്രതികരണം. രാജ്യത്തെ നിയമം അനുസരിച്ച് വോട്ടർ ലിസ്റ്റിൽ പേരുള്ളവർക്ക് മാത്രമേ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനകൾ നൽകാൻ കഴിയുകയുള്ളൂ. നിയമവിരുദ്ധമായ സംഭാവനകൾ സ്വീകരിച്ചാൽ അത് 30 ദിവസത്തിനകം തിരികെ നൽകണമെന്നും നിയമം അനുശാസിക്കുന്നുണ്ട്. എന്നാൽ ഈ വർഷം ജൂൺ 10-ന് മാത്രമാണ് പൊളൻസ്കിക്ക് പണം തിരികെ നൽകിയതെന്ന് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഹോർമൂസ് കടലിടുക്കിൽ ചരക്കുകപ്പലിനു നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിനു പിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അമേരിക്കൻ സൈന്യം ശക്തമായ വ്യോമാക്രമണം നടത്തി. ഇറാന്റേത് വെടിനിർത്തൽ കരാറിന്റെ വിഡ്ഢിത്തം നിറഞ്ഞ ലംഘനമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറ്റപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു അമേരിക്കയുടെ അപ്രതീക്ഷിത സൈനിക നീക്കം. ഹോർമൂസ് കടലിടുക്കിൽ ചരക്കുകപ്പലിനു നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകിയ അമേരിക്കൻ സൈന്യം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് വാണിജ്യ ചരക്കുകപ്പലിന് നേരെ ഇറാന്റെ വൺവേ അറ്റാക്ക് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടില്ല. എന്നാൽ മേഖലയിൽ കുരുങ്ങിക്കിടക്കുന്ന 11,000-ലധികം നാവികരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാനുള്ള അടിയന്തര പദ്ധതികൾക്ക് സംഭവം കാരണമായി. ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായി ഇറാന്റെ മിസൈൽ ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങളിലും തീരദേശ റഡാർ സംവിധാനങ്ങളിലും വെള്ളിയാഴ്ച US സൈന്യം ആക്രമണം നടത്തിയതായി US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണത്തോട് ഇതുവരെ ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സൈനിക നടപടി പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപ് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരെ കണ്ട പ്രസിഡന്റ് ട്രംപിനോട് ഇറാന്റെ നീക്കത്തിന് അമേരിക്ക മറുപടി നൽകുമോ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ അത് കാണാൻ പോവുകയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. വെടിനിർത്തൽ കരാർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്ന ചോദ്യത്തോട് വ്യക്തമായി പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അമേരിക്ക മെക്സിക്കോ അതിർത്തിയിലെ അഭയാർത്ഥി അപേക്ഷകരുടെ എണ്ണം നിയന്ത്രിക്കാൻ മുൻപ് നടപ്പാക്കിയിരുന്ന കുടിയേറ്റ നയം വീണ്ടും പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന് അമേരിക്കൻ സുപ്രീം കോടതിയുടെ അനുമതി. 6-3 ഭൂരിപക്ഷത്തിലാണ് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചത്. അഭയാർത്ഥി അപേക്ഷകൾ ദിവസേന പരിമിതപ്പെടുത്തുന്ന മീറ്ററിംഗ് നയം തടഞ്ഞുകൊണ്ടുള്ള കീഴ്ക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കി. അമേരിക്ക മെക്സിക്കോ അതിർത്തിയിലെ അഭയാർത്ഥി അപേക്ഷകളുടെ എണ്ണം നിയന്ത്രിക്കാൻ മുൻപ് നടപ്പാക്കിയിരുന്ന കുടിയേറ്റ നയം വീണ്ടും പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന് അമേരിക്കൻ സുപ്രീം കോടതിയുടെ അനുമതി ലഭിച്ചു. അതിർത്തിയിലെ പ്രവേശന കേന്ദ്രങ്ങളിൽ ഓരോ ദിവസവും നിശ്ചിത എണ്ണം ആളുകൾക്ക് മാത്രമേ ഈ നയം പ്രകാരം അഭയാർത്ഥി അപേക്ഷ നൽകാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. ഇതുമൂലം ആയിരക്കണക്കിന് ആളുകൾ ആഴ്ചകളോ മാസങ്ങളോ അതിർത്തിക്കപ്പുറത്ത് താൽക്കാലിക ക്യാമ്പുകളിൽ കാത്തിരിക്കേണ്ടി വന്നിരുന്നു. ഈ നയം ആദ്യം ബറാക് ഒബാമയുടെ ഭരണകാലത്ത് പരിമിതമായി നടപ്പാക്കിയതായിരുന്നു. പിന്നീട് ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് മെക്സിക്കൻ അതിർത്തിയിലെ എല്ലാ പ്രവേശന കേന്ദ്രങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. അതിർത്തിയിലൂടെ വർദ്ധിച്ചു വരുന്ന അഭയാർത്ഥി പ്രവാഹം നിയന്ത്രിക്കാൻ ഈ നയം അനിവാര്യമാണ് എന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ വാദം. നിലവിൽ മീറ്റിംഗ് നയം നിലവിലില്ല എങ്കിലും അഭയാർത്ഥികൾക്ക് മറ്റു നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നയം വീണ്ടും നടപ്പാക്കുമോ എന്ന കാര്യം ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് വ്യക്തമാക്കിയിട്ടില്ല. ഈ വിധി നമ്മുടെ തെക്കൻ അതിർത്തി കൂടുതൽ സുരക്ഷിതമാക്കാനുള്ള ഒരു പ്രധാന ഉപാധിയാണ് എന്ന് ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് ജനറൽ കൗൺസിൽ ജെയിംസ് പെർസിവൽ പറഞ്ഞു.
അതിർത്തിയിൽ തടയപ്പെട്ട ആളുകൾ ഔദ്യോഗികമായി അമേരിക്കയിൽ പ്രവേശിച്ചിട്ടില്ല എന്നും അതിനാൽ അവർക്ക് ഉടൻ അഭയാർത്ഥി അപേക്ഷ സ്വീകരിക്കേണ്ട നിയമബാധ്യത സർക്കാരിന് ഇല്ല എന്നും ട്രംപ് ഭരണകൂടം കോടതിയിൽ വാദിച്ചു. ഒരു അതിഥി വീടിന്റെ വാതിലിൽ മുട്ടിയതുകൊണ്ട് മാത്രം വീടിനുള്ളിൽ എത്തിയതായി പറയാനാകില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. അപൂർവ ധാതുക്കൾക്കായി ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ അമേരിക്ക നിർണായക നീക്കവുമായി രംഗത്ത്. രാജ്യത്തെ വിവിധ സൈനിക താവളങ്ങളിൽ അപൂർവ ധാതു സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ US സൈന്യം പദ്ധതിയിട്ടു. പ്രതിരോധ മേഖലയ്ക്കും സെമി കണ്ടക്ടർ, ഇലക്ട്രിക് വാഹന ബാറ്ററി നിർമ്മാണത്തിനും ആവശ്യമായ നിർണായക ധാതുക്കളുടെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. അപൂർവ ധാതുക്കൾക്കായി ചൈനയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ RE അലോയ്സ് ഇങ്ക്, ടൈറ്റൻ മൈനിംഗ് കോർപ്പറേഷൻ, അയോനിയർ ലിമിറ്റഡ്, എനർജി എക്സ്പ്ലോറേഷൻ ടെക്നോളജീസ് എന്നീ കമ്പനികളുമായി പെന്റഗൺ കരാറിലെത്തിയതായി റിപ്പോർട്ടുകൾ. അർക്കൻസാസിലെ പൈൻ ബ്ലോക്ക് ആഴ്സണൽ, അൽബാമയിലെ ആനിസ്റ്റൺ ആർമി ഡിപ്പോ എന്നിവിടങ്ങളിൽ കനേഡിയൻ കമ്പനിയായ ടൈറ്റൻ മൈനിംഗ് ആണ് ഗ്രാഫൈറ്റ് സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കുക. RE അലോയ്സ് യൂട്ടായിലെ ലൂവില ആർമി ഡിപ്പോയിലെ ഡിസ്പ്രോസിയം, ടെർബിയം ഉൾപ്പെടെയുള്ള അപൂർവ ധാതുക്കളുടെ സംസ്കരണ കേന്ദ്രം സ്ഥാപിക്കും. അതേസമയം എനർജി എക്സ്പ്ലോറേഷൻ ടെക്നോളജീസ് ലിഥിയം സംസ്കരണ പ്ലാന്റും അയോനിയർ ലിമിറ്റഡ് ബോറോൺ സംസ്കരണ പ്ലാന്റും ആരംഭിക്കും. ഇതാദ്യമായാണ് അമേരിക്കൻ സൈനിക താവളങ്ങളിൽ സ്വകാര്യ ഖനന സംസ്കരണ കമ്പനികൾക്ക് പ്രവർത്തനാനുമതി നൽകുന്നത്. ഇതിലൂടെ ഭൂമി ഏറ്റെടുക്കൽ, പ്രാദേശിക അനുമതികൾ, പരിസ്ഥിതി നടപടിക്രമങ്ങൾ എന്നിവയിലെ കാലതാമസം കുറയ്ക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ മാർച്ചിൽ നിർണായക ധാതുക്കളുടെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ അടിയന്തര അധികാരം ഉപയോഗിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുറപ്പെടുവിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിന്റെ ഭാഗമായാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. അതേസമയം അപൂർവ ധാതുക്കളുടെ കയറ്റുമതിയിൽ ചൈന കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതും അമേരിക്കയുടെ നീക്കത്തിന് വേഗം കൂട്ടിയിട്ടുണ്ട്. പ്രതിരോധ മേഖലയിലും ഉയർന്ന സാങ്കേതിക വിദ്യാ വ്യവസായങ്ങളിലും ചൈനയുടെ ആധിപത്യം കുറയ്ക്കാൻ മൈൻ ടു മാഗ്നറ്റ് തന്ത്രം അമേരിക്ക ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 124.49 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.16 യൂറോ, ഒരു US ഡോളർ 94.3 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 107.34 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.32 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 66.43 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഗാസയിലെ ഇസ്രായേൽ നടപടികൾക്കെതിരെ ലോകമെമ്പാടും പ്രതിഷേധം ശക്തമാകുമ്പോഴും കേന്ദ്ര സർക്കാർ തുടരുന്ന മൗനത്തെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി. UN കമ്മീഷൻ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് മോദി സർക്കാരിന്റെ വിദേശ നയത്തെയും നിലപാടിനെയും അവർ ചോദ്യം ചെയ്തത്. ഗാസയിലെ ഇസ്രായേൽ നടപടികൾക്കെതിരെ ലോകമെമ്പാടും പ്രതിഷേധം ശക്തമാകുമ്പോഴും കേന്ദ്ര സർക്കാർ തുടരുന്ന മൗനത്തെ UN കമ്മീഷൻ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി. ലോകം ഇസ്രായേലിൽ നിന്ന് അകലുമ്പോൾ ഇന്ത്യ കൂടുതൽ അവരുടെ തന്ത്രപ്രധാന സ്വാധീന വലയത്തിലേക്ക് വീഴുകയാണെന്ന് സോണിയാഗാന്ധി ആരോപിച്ചു. ഇന്ത്യൻ എക്സ്പ്രസിലെ ലേഖനത്തിലാണ് സോണിയാഗാന്ധി മോദിയെ വിമർശിക്കുന്നത്. കഴിഞ്ഞ ജൂണിൽ പ്രമുഖ ഇന്ത്യൻ ജൂറിസ്റ്റും വിരമിച്ച ജസ്റ്റിസുമായ S മുരളീധരന്റെ നേതൃത്വത്തിലുള്ള UN സ്വതന്ത്ര അന്താരാഷ്ട്ര അന്വേഷണ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് സോണിയാഗാന്ധി ചൂണ്ടിക്കാട്ടി. ഗാസയിലെ പലസ്തീനികളുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്ന് 94 പേജുള്ള റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കുട്ടികളെ ലക്ഷ്യമിട്ടുള്ള ബോധപൂർവമായ ആക്രമണങ്ങളാണ് അവിടെ നടക്കുന്നത്. ഗാസയിൽ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തവരിൽ 27% കുട്ടികളാണ്. ഗാസയിലെ വിദ്യാലയങ്ങളും ശിശുരോഗ ആശുപത്രികൾ അടക്കമുള്ള ആരോഗ്യ സംവിധാനങ്ങളും പൂർണ്ണമായി തകർക്കപ്പെട്ടു. ഹമാസ് നടത്തിയ ക്രൂരമായ ആക്രമണത്തിന് ഇസ്രായേൽ നൽകുന്ന തിരിച്ചടി തികച്ചും വിവേചനരഹിതവും സമാനതകളില്ലാത്തതുമായ ക്രൂരതയായി മാറിയിരിക്കുകയാണെന്നും അവർ പറഞ്ഞു. ലോകം ഇസ്രായേലിൽ നിന്ന് അകലുമ്പോൾ ഇന്ത്യ കൂടുതൽ അവരുടെ തന്ത്രപ്രധാന സ്വാധീന വലയത്തിലേക്ക് വീഴുകയാണെന്നും സോണിയാഗാന്ധി ആരോപിച്ചു. ലോകം മുഴുവൻ ഇസ്രായേലിൽ നിന്ന് അകലുമ്പോൾ പ്രധാനമന്ത്രി മോദി ഇസ്രായേൽ സന്ദർശിച്ചത് ചരിത്രത്തിലെ ഏറ്റവും വിചിത്രമായ തന്ത്രപരമായ തീരുമാനമായി രേഖപ്പെടുത്തും. പലസ്തീൻ, ഇറാൻ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ തുടങ്ങിയ നമ്മുടെ പരമ്പരാഗത സുഹൃത്തുക്കളെ ഇന്ത്യ അകറ്റി നിർത്തി. ഇന്ത്യക്ക് മുൻകൈ എടുക്കാമായിരുന്ന മധ്യസ്ഥന്റെ റോളിലേക്ക് ഇപ്പോൾ പാകിസ്ഥാൻ കടന്നു വരുന്നത് നമ്മുടെ തന്ത്രപരമായ പരാജയമാണ്. മോദി നെതന്യാഹു സൗഹൃദം ഇന്ത്യയുടെ നൈതികവും തന്ത്രപരവുമായ താൽപര്യങ്ങൾക്ക് ഒരു ഗുണവും ചെയ്തില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക് നീളുന്നു. 5 ബാങ്ക് ജീവനക്കാരുടെ പങ്കുകൂടി അന്വേഷിക്കാനാണ് പോലീസ് നീക്കം. ക്ഷേത്രത്തിൽ നിന്നും തട്ടിയെടുത്ത പണം ശൗചാലയത്തിൽ സൂക്ഷിച്ച ശേഷം പുറത്തേക്ക് കടത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ 5 ബാങ്ക് ജീവനക്കാരുടെ പങ്കുകൂടി അന്വേഷിക്കാൻ പോലീസ് നീക്കം. അതേസമയം തട്ടിപ്പിൽ ആരോപണ വിധേയനായ VHP ഉപാധ്യക്ഷനും ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയുമായ ചമ്പത് റായ് കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. എന്നാൽ രാജിയിൽ ഇതുവരെ അദ്ദേഹം ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. രാമക്ഷേത്ര ട്രസ്റ്റ് അംഗം അനിൽ മിശ്രയും രാജി നൽകിയിരുന്നു. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പിൽ ഇതുവരെ 8 പേരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം ഇവരെ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. തിങ്കളാഴ്ച പ്രതികളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. അറസ്റ്റിലായവരിൽ ഒരാളായ സുഭാഷ് കാശ്യപ് വിരമിച്ച ബാങ്ക് ജീവനക്കാരനാണ്. ഇയാൾക്ക് കാണിക്കയിൽ നിന്നും എണ്ണുന്ന പണം ബാങ്കിൽ നിക്ഷേപിക്കുന്ന ജോലിയായിരുന്നു. മറ്റ് 6 പേർ കാണിക്ക എണ്ണുന്ന ചുമതലയുള്ളവരാണ്. മറ്റൊരാൾ ചമ്പത് റായിയുടെ ഡ്രൈവറായ ടിന്നു യാദവാണ്.
ബാങ്ക് ജീവനക്കാരൻ ഒഴികെ ബാക്കി 7 പേരിൽ നിന്നും ഏകദേശം 80 ലക്ഷം രൂപയാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയുടെ നിയമനങ്ങളിലും പ്രതിപക്ഷ പ്രതിഷേധം പുകയുന്നു. വിജയ് നായകനായി അഭിനയിച്ച ഇതുവരെ തിയേറ്ററുകളിൽ എത്തിയിട്ടില്ലാത്ത ബിഗ് ബജറ്റ് ചിത്രം ജനനായകന്റെ നിർമ്മാതാവ് വെങ്കട് കെ രമണയെ ഡൽഹിയിലെ തമിഴ്നാട് സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി നിയമിച്ചതാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. വിജയ് നായകനായി അഭിനയിച്ച ഇതുവരെ തിയേറ്ററുകളിൽ എത്തിയിട്ടില്ലാത്ത ബിഗ് ബജറ്റ് ചിത്രം ജനനായകന്റെ നിർമ്മാതാവ് വെങ്കട് കെ രമണയെ ഡൽഹിയിലെ തമിഴ്നാട് സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി നിയമിച്ചതിൽ പ്രതിപക്ഷ പ്രതിഷേധം പുകയുന്നു. ജൂൺ 23-ന് ചീഫ് സെക്രട്ടറി എം സായ്കുമാർ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം താൽക്കാലികമായി 1 വർഷത്തേക്കാണ് സുപ്രധാന നിയമനം. കർണാടക സ്വദേശിയും ബാംഗ്ലൂരു ആസ്ഥാനമായുള്ള പ്രമുഖ ബിസിനസ് ഗ്രൂപ്പിന്റെ അമരക്കാരനുമായ വെങ്കട്ടിന്റെ നിയമനം തമിഴ്നാടിന്റെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രമുഖ പ്രതിപക്ഷ പാർട്ടികളെല്ലാം രംഗത്തെത്തിക്കഴിഞ്ഞു. വെങ്കട് കെ രമണ കർണാടകത്തിന്റെ പ്രതിനിധിയാണെന്നും അങ്ങനെയുള്ള ഒരാളെ എന്തിനാണ് ഡൽഹിയിൽ തമിഴ്നാടിന്റെ മുഖമായി നിയമിച്ചതെന്നും കനിമൊഴി ചോദിച്ചു. സുപ്രധാനമായ ഇത്തരം പദവികൾ വഹിക്കാൻ യോഗ്യതയുള്ള ആരും തമിഴ്നാട്ടിൽ ഇല്ലേ എന്നും അവർ പരിഹസിച്ചു. കോൺഗ്രസിന് മുന്നിൽ ടിവിക്ക് കീഴടങ്ങിയെന്നും കർണാടക മുഖ്യമന്ത്രി ടി കെ ശിവകുമാറിന് വേണ്ടിയുള്ള നിയമനമാണെന്നും ബിജെപി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷ നയനാർ നാഗേന്ദ്രൻ ആരോപിച്ചു. കർണാടകയിൽ സ്ഥിരതാമസമാക്കിയ ഒരു വ്യക്തിക്ക് എങ്ങനെ ഡൽഹിയിൽ തമിഴ്നാടിന്റെ താൽപര്യങ്ങൾ കൃത്യമായി സംരക്ഷിക്കാൻ സാധിക്കുമെന്നാണ് അണ്ണാ-DMK നേതൃത്വം ചോദ്യമുയർത്തുന്നത്. കാവേരി നദീജല തർക്കം പോലുള്ള അന്തർ സംസ്ഥാന വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ ഈ നിയമനം സംസ്ഥാനത്തിന് തിരിച്ചടിയാകുമെന്നും അവർ വാദിക്കുന്നു. കോഴിക്കോടും കണ്ണൂരുമടക്കം 4 ജില്ലകളിൽ DMO നിയമനം പ്രതിസന്ധിയിൽ. രാഷ്ട്രീയ ചരടുവലിയാണെന്നാണ് ഉയരുന്ന ആക്ഷേപം. DCC നേതൃത്വവും ആരോഗ്യമന്ത്രിയും 2 തട്ടിലായതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. കോഴിക്കോട് മാത്രം 11 പേരാണ് പരിഗണനയിലുള്ളത്. കാസർഗോഡും മലപ്പുറത്തും സമാന പ്രതിസന്ധിയുണ്ട്. DCC നേതൃത്വവും ആരോഗ്യമന്ത്രിയും 2 തട്ടിലായതോടെ രാഷ്ട്രീയ ചരടുവലിയിൽപ്പെട്ട് കോഴിക്കോടും കണ്ണൂരുമടക്കം 4 ജില്ലകളിലെ DMO നിയമനം പ്രതിസന്ധിയിലെന്ന് റിപ്പോർട്ട്. അഡീഷണൽ DMOമാർക്കാണ് ഇപ്പോൾ ചുമതലയുള്ളത്. ഷിഗല്ല അടക്കം പകർച്ചവ്യാധികൾ രൂക്ഷമാകുന്ന ജില്ലകളിലെ DMO പ്രതിസന്ധി വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. ആരോഗ്യ മേഖലയിൽ വീതം വെപ്പിന്റെ കൊയ്ത്തുത്സവം നടന്നു എന്നാണ് LDFന്റെ പരിഹാസം. ആരോഗ്യമന്ത്രി നിയമസഭയിൽ നൽകിയ ഉറപ്പ് പാലിക്കണമെന്ന് PA മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടു. മന്ത്രിയെ മറികടന്ന് ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മന്ത്രിയുടെ വാക്കു പ്രാവർത്തികമാവുന്നില്ല. മന്ത്രിയേക്കാൾ വലിയ ആരാണ് ആരോഗ്യവകുപ്പിലുള്ളതെന്നും റിയാസ് ചോദിച്ചു. ഏകോപനമുണ്ടാകാത്തത് രോഗികളെ ബാധിക്കുന്നുവെന്ന ആക്ഷേപവുമുണ്ട്. നിപ്പ റിപ്പോർട്ട് ചെയ്തിട്ടും DMO കസേര ഒഴിഞ്ഞുകിടക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗുരുതരമായ സാഹചര്യത്തിലും മന്ത്രി ജില്ലയിൽ ഉണ്ടായിരുന്നില്ല. DMO വരാനും 2.5 വർഷം കാത്തു നിൽക്കണോ എന്നും റിയാസ് പരിഹസിച്ചു. DMOമാരുടെ ഒഴിവ് ഉടൻ നികത്തണമെന്നാവശ്യപ്പെട്ട് CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജയും രംഗത്തെത്തി. പകർച്ചപ്പനികളുടെ കാലത്ത് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉണ്ടായിരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്നും അവരാണ് കാര്യങ്ങൾ ഏകോപിപ്പിക്കേണ്ടതെന്നും KK ശൈലജ വിശദീകരിച്ചു. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പിണറായി വിജയനെതിരെ CPIM PBയിൽ വിമർശനം. പിണറായിയുടെയും സർക്കാരിന്റെയും ശൈലിയിൽ ആദ്യമേ തിരുത്തൽ വേണമായിരുന്നുവെന്ന് അംഗങ്ങൾ വിമർശിച്ചു. കനത്ത തോൽവിയിൽ ചില വ്യക്തികൾക്ക് നിർണായക പങ്കുണ്ടെന്നും വിമർശനമുണ്ട്. പാർട്ടിയുടെ തലപ്പത്ത് തന്നെ തിരുത്തലുകൾ വേണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ചത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 9ാം പ്രതിയുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ED ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. പ്രോസിക്യൂട്ടർ സെഷൻസ് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് സംശയിക്കുന്നതായി ED അപ്പീലിൽ ചൂണ്ടിക്കാട്ടി. കേസിൽ ജാമ്യം ലഭിക്കുന്ന ആദ്യ പ്രതിയാണ് 9ാം പ്രതിയായ ഹരീഷ് കുമാർ. ഹരീഷ് കുമാറിന്റെ ജാമ്യത്തെ എതിർത്ത് കഴിഞ്ഞ മാസം 18-ന് പോലീസ് കോടതിയിൽ വിശദമായ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന് വിരുദ്ധമായി പ്രതിയെ കസ്റ്റഡിയിൽ വേണ്ട എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ വാദിച്ചതോടെയാണ് പ്രതിക്ക് ജാമ്യം ലഭിച്ചത്. ED കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണങ്ങളും ചോദ്യം ചെയ്യലുകളും നടന്നു വരുന്നതിനാലും പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയാൽ സമാന രീതിയിലുള്ള ആക്രമണ സംഭവങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തി ഗുരുതര ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനിടയുണ്ടെന്നും പോലീസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം കേസിൽ ഗൂഢാലോചന നടന്നതിന് തെളിവ് കണ്ടെത്താനായില്ല എന്നാണ് പോലീസ് കണ്ടെത്തൽ. പ്രതികളുടെ ഫോൺ കോളുകളിൽ അസ്വാഭാവികതയില്ല എന്നും പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. കൂടുതൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. കേസിൽ 20-ലേറെ പേർ ഇനിയും പിടിയിലാകാനുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഒരാൾ വിദേശത്തേക്ക് കടന്നുവെന്നും കോടതിയെ പോലീസ് അറിയിച്ചു. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പിണറായി വിജയനെതിരെ CPIM PBയിൽ വിമർശനം. പിണറായിയുടെയും സർക്കാരിന്റെയും ശൈലിയിൽ ആദ്യമേ തിരുത്തൽ വേണമായിരുന്നുവെന്ന് അംഗങ്ങൾ വിമർശിച്ചു. കനത്ത തോൽവിയിൽ ചില വ്യക്തികൾക്ക് നിർണായക പങ്കുണ്ടെന്നും വിമർശനമുണ്ട്. പാർട്ടിയുടെ തലപ്പത്ത് തന്നെ തിരുത്തലുകൾ വേണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ചത്. പിണറായി വിജയനെതിരെ സർക്കാരിന്റെ ശൈലിയിൽ ആദ്യമേ തിരുത്തൽ വേണമായിരുന്നുവെന്ന് CPIM PBയിൽ വിമർശനം. ഉദ്യോഗസ്ഥ മേധാവിത്വവും തിരിച്ചടിയായി. തോൽവിയിൽ ചില വ്യക്തികൾക്ക് നിർണായക പങ്കുണ്ടെന്നും PB അംഗങ്ങൾ തുറന്നടിച്ചു. പ്രതിപക്ഷം എന്ന രീതിയിൽ സർഗാത്മകമായി പ്രവർത്തിക്കാനും പോളിറ്റ് ബ്യൂറോയിൽ നിർദ്ദേശമുണ്ട്. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി CPM തുടരണോ എന്നുള്ള ചർച്ചയും യോഗത്തിലുണ്ടായി. എന്നാൽ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ നേതാക്കൾ CPIM-ഉം BJP-യും തമ്മിൽ ധാരണയുണ്ടെന്ന് ആരോപിച്ചതിൽ അംഗങ്ങൾ അതൃപ്തി പ്രകടിപ്പിക്കുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് വിശകലനം കേരളത്തിലുണ്ടായത് അസാധ്യ തിരിച്ചടിയെന്ന് MA ബേബിയും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു.
താഴെത്തട്ട് മുതൽ നടന്ന പ്രവർത്തനങ്ങൾ വിശദമായി ചർച്ച ചെയ്തുവെന്നും സംഘടനാ ശേഷി മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനമാണ് ഉണ്ടാകുന്നതെന്നും MA ബേബി പറഞ്ഞിരുന്നു. സ്പോർട്സ് വ്യൂ സ്പോർട്സ് ലോകകപ്പ് ഫുട്ബോളിൽ ഇറാഖിനെ ഗോൾ മഴയിൽ മുക്കി സെനഗൽ. ഗ്രൂപ്പ് ഐയിലെ നിർണായക പോരാട്ടത്തിൽ എതിരില്ലാത്ത 5 ഗോളുകൾക്കാണ് ആഫ്രിക്കൻ കരുത്തർ ഏഷ്യൻ ടീമിനെ തകർത്തത്. ജയത്തോടെ സെനഗൽ പ്രീ ക്വാർട്ടർ പ്രതീക്ഷകൾ നിലനിർത്തിയപ്പോൾ തുടർച്ചയായ 3ാം തോൽവിയോടെ ഇറാഖ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ടൊറന്റോയിൽ കളി തുടങ്ങി 4ാം മിനിറ്റിൽ തന്നെ സെനഗൽ മുന്നിലെത്തി. കോർണർ കിക്കിൽ നിന്നുള്ള ഹെഡറിലൂടെ ഹബീബ് ഡിയാറ ടീമിനെ മുന്നിലെത്തിച്ചു. 13ാം മിനിറ്റിൽ ഇറാഖിന് അടുത്ത പ്രഹരമേറ്റു. സെനഗൽ താരം സാദിയോ മാനെയെ ഫൗൾ ചെയ്തതിന് ഇറാഖ് പ്രതിരോധ താരം റബീൻ സുലാഗ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തുപോയി. റഫറി ആദ്യം മഞ്ഞക്കാർഡാണ് നൽകിയതെങ്കിലും വാർ പരിശോധനയിൽ അത് ചുവപ്പ് കാർഡായി മാറി. 10 പേരുമായി ചുരുങ്ങിയിട്ടും 1ാം പകുതിയിൽ കൂടുതൽ ഗോൾ വഴങ്ങാതെ ഇറാഖ് പ്രതിരോധിച്ചു. 2ാം പകുതിയിൽ സെനഗലിന്റെ അഴിഞ്ഞാട്ടമാണ് മൈതാനത്ത് കണ്ടത്. 56ാം മിനിറ്റിൽ ഇസ്മയില സാറിലൂടെ സെനഗൽ 2ാം ഗോൾ നേടി. പകരക്കാരനായി കളത്തിലിറങ്ങിയ പേപ് ഗിയെ വെറും 89 സെക്കൻഡുകൾക്കുള്ളിൽ ലോങ് റേഞ്ച് ഷോട്ടിലൂടെ ഇറാന്റെ വല ചലിപ്പിച്ച് ലീഡ് 3-0 ഉയർത്തി. 71ാം മിനിറ്റിൽ പേപ് ഗിയെ തന്റെ ഗോൾ നേട്ടം 2 ആക്കി. 82ാം മിനിറ്റിൽ ഇൽമൻ ഇന്ത്യയെ ബോക്സിന് പുറത്തുനിന്നുള്ള മനോഹരമായ ഷോട്ടിലൂടെ സെനഗലിന്റെ ഗോൾ വേട്ട പൂർത്തിയാക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്രിട്ടീഷ് ലേബർ പാർട്ടിയുടെ പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള സമയക്രമം പ്രഖ്യാപിച്ച് പാർട്ടി ദേശീയ നിർവാഹക സമിതി. പ്രധാനമന്ത്രി കിയർ സ്റ്റാർമറുടെ പിൻഗാമിയെ ജൂലൈ 17 പ്രഖ്യാപിക്കും. മത്സരത്തിൽ ഏക സ്ഥാനാർത്ഥിയായി തുടരുകയാണെങ്കിൽ ആൻഡി ബേൺഹാം ഏതാനും ആഴ്ചകൾക്കകം ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കും. പാർട്ടിയുടെ പുതിയ നേതാവാകാൻ ആഗ്രഹിക്കുന്ന എംപിമാർക്ക് ജൂലൈ 9 മുതൽ 15 വരെ ഉറപ്പാക്കേണ്ടത് 81 ലേബർ എംപിമാരുടെ പിന്തുണയും ജൂലൈ 16 വരെ ട്രേഡ് യൂണിയൻ ഉൾപ്പെടെയുള്ള അനുബന്ധ സംഘടനകളുടെ ആവശ്യമായ നാമനിർദ്ദേശങ്ങളും നേടണം. ഒന്നിലധികം സ്ഥാനാർത്ഥികൾ യോഗ്യത നേടുകയാണെങ്കിൽ ഓഗസ്റ്റ് 6 മുതൽ 27 വരെ പാർട്ടി അംഗങ്ങളുടെയും അനുബന്ധ സംഘടനകളുടെ അംഗങ്ങളുടെയും വോട്ടെടുപ്പ് നടക്കും. പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർക്ക് പകരക്കാരനായി ആൻഡി ബേൺഹാം എത്തുമെന്ന് ഉറപ്പായതോടെ ലണ്ടനിൽ പ്രോപ്പർട്ടി ടാക്സ് വർദ്ധിക്കുമെന്ന് ആശങ്ക. സർ കീർ സ്റ്റാർമർ രാജി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ നഗരത്തിലെ നിക്ഷേപ സാധ്യതകൾ ഇല്ലാതെയാക്കരുതെന്ന് ബേൺഹാമിന് മുന്നറിയിപ്പുമായി ലണ്ടൻ മേയർ സാദിഖ് ഖാൻ. ആൻഡി ബേൺഹാം ലണ്ടൻ വിരുദ്ധ നയങ്ങൾ കൈക്കൊണ്ടേക്കാമെന്ന ആശങ്ക ശക്തമാകുന്നു. നമ്പർ 10 എത്തുകയാണെങ്കിൽ നിലവിലെ കൗൺസിൽ ടാക്സിനും സ്റ്റാമ്പ് ഡ്യൂട്ടിക്കും പകരമായി ഭൂമി വിലയെ അടിസ്ഥാനമാക്കിയുള്ള ലെവി കൊണ്ടുവരാൻ സാധ്യത. ബ്രിട്ടനിൽ കുടിയേറ്റക്കാർക്കിടയിലെ മഹാ ആശങ്ക ഒഴിയുന്നു. കേരളന്മാർ അടക്കം അനേക മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് പ്രതികൂലമായി ബാധിക്കേണ്ടിയിരുന്ന പുതിയ നിയമം പാർലമെന്റിൽ അവതരിപ്പിക്കില്ല. പുതിയ കുടിയേറ്റ നിയമം എതിർത്ത ഇമിഗ്രേഷൻ മിനിസ്റ്റർ മൈക്ക് ടാപ്പിനെ പുറത്താക്കാനുള്ള ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദിന്റെ നീക്കം വിജയിച്ചില്ല. ആൻഡി ബേൺഹാമും സ്റ്റാറ്റസ് കോ തുടരണമെന്ന നിലപാടുകാരനാണ് എന്ന് സൂചന. 10,000-കണക്കിന് കേരള വർക്കർമാരെയും അവരുടെ കുടുംബങ്ങളെയും PR ലഭിക്കുന്നതിന് 10 വർഷം വരെ കാത്തിരിക്കാൻ നിർബന്ധിതമാക്കുന്ന പുതിയ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ ഹോം ഓഫീസ്. ഷബാന മഹ്മൂദിന്റെ മലക്കമറിച്ചിൽ ബ്രിട്ടീഷ് ഖജനാവിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ലക്ഷക്കണക്കിന് പൗണ്ടിനെ നഷ്ടം വരുത്തുമെന്ന് കണക്ക്. ഹോർമൂസ് കടലിടുക്കിൽ ചരക്കു കപ്പലിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിനു പിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ശക്തമായ വ്യോമാക്രമണം നടത്തി അമേരിക്കൻ സൈന്യം. ഇറാന്റേത് വെടിനിർത്തൽ കരാറിന്റെ വിഡ്ഢിതം നിറഞ്ഞ ലംഘനമാണെന്ന് കുറ്റപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുടെ അപ്രതീക്ഷിത സൈനിക നീക്കം ട്രംപിന്റെ മുന്നറിയിപ്പിന് തൊട്ടു പിന്നാലെ. ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് വാണിജ്യ ചരക്കു കപ്പലിനു നേരെ ഇറാന്റെ വൺ വേ അറ്റാക്ക് ഡ്രോൺ ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ വ്യാഴാഴ്ച. ഹോർമൂസ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന 11,000-ലധികം നാവികരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാനുള്ള അടിയന്തര പദ്ധതികൾക്ക് ദ്രുതഗതിയിൽ തുടക്കം. ആക്രമണത്തോട് ഔദ്യോഗികമായി പ്രതികരിക്കാതെ ഇറാൻ. അമേരിക്ക മെക്സിക്കോ അതിർത്തിയിലെ അഭയാർത്ഥി അപേക്ഷകരുടെ എണ്ണം നിയന്ത്രിക്കാൻ മുമ്പ് നടപ്പാക്കിയിരുന്ന കുടിയേറ്റ നയം വീണ്ടും പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന് അനുമതി നൽകി അമേരിക്കൻ സുപ്രീം കോടതി. സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചത് 6-3 ഭൂരിപക്ഷത്തിൽ. അഭയാർത്ഥി അപേക്ഷകൾ ദിവസേന പരിമിതപ്പെടുത്തുന്ന മ്യൂട്ടറിംഗ് നയം തടഞ്ഞുകൊണ്ടുള്ള കീഴ്ക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കി സുപ്രീം കോടതി. അതിർത്തിയിലെ പ്രവേശന കേന്ദ്രങ്ങളിൽ ഓരോ ദിവസവും നിയമം മൂലം അഭയാർത്ഥി അപേക്ഷ നൽകാൻ അനുവാദമുണ്ടായിരുന്നത് നിശ്ചിത എണ്ണം ആളുകൾക്ക് മാത്രം. അതിർത്തിയിലൂടെ വർദ്ധിച്ചു വരുന്ന അഭയാർത്ഥി പ്രവാഹം നിയന്ത്രിക്കാൻ കുടിയേറ്റ നയം അനിവാര്യമാണെന്ന് ട്രംപ്. ഗാസയിലെ ഇസ്രായേൽ നടപടികൾക്കെതിരെ ലോകമെമ്പാടും പ്രതിഷേധം ശക്തമാകുമ്പോഴും കേന്ദ്ര സർക്കാർ തുടരുന്ന മൗനത്തെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി. ലോകം ഇസ്രായേലിൽ നിന്ന് അകലുമ്പോൾ ഇന്ത്യ കൂടുതൽ അവരുടെ തന്ത്രപ്രധാന സ്വാധീന വലയത്തിലേക്ക് വീഴുകയാണെന്ന് സോണിയാഗാന്ധി. പലസ്തീൻ, ഇറാൻ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ തുടങ്ങിയ നമ്മുടെ പരമ്പരാഗത സുഹൃത്തുക്കളെ ഇന്ത്യ അകറ്റി നിർത്തിയെന്നും ഇന്ത്യക്ക് മുൻകൈയെടുക്കാമായിരുന്ന മധ്യസ്ഥന്റെ റോളിലേക്ക് ഇപ്പോൾ പാകിസ്ഥാൻ കടന്നു വരുന്നത് നമ്മുടെ തന്ത്രപരമായ പരാജയമാണെന്നും സോണിയാഗാന്ധിയുടെ രൂക്ഷ വിമർശനം. മോദി സർക്കാരിന്റെ വിദേശ നയത്തെയും നിലപാടിനെയും സോണിയാഗാന്ധി ചോദ്യം ചെയ്തത് UN കമ്മീഷൻ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടി. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക് നീളുന്നു. 5 ബാങ്ക് ജീവനക്കാരുടെ പങ്കുകൂടി അന്വേഷിക്കാൻ പോലീസ് നീക്കം.
ക്ഷേത്രത്തിൽ നിന്നും തട്ടിയെടുത്ത പണം ശൗചാലയത്തിൽ സൂക്ഷിച്ച ശേഷം പുറത്തേക്ക് കടത്തിയെന്ന് പോലീസിന്റെ കണ്ടെത്തൽ. തട്ടിപ്പിൽ ആരോപണ വിധേയനായ VHP ഉപാധ്യക്ഷനും ട്രസ്റ്റ് ജനറൽ സെക്രട്ടറിയുമായ ചമ്പത് റായിയും രാമക്ഷേത്ര ട്രസ്റ്റ് അംഗം അനിൽ മിശ്രയും രാജി നൽകി. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പിൽ ഇതുവരെ അറസ്റ്റിലായത് 8 പേർ. 7 പേരിൽ നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് ഏകദേശം 80 ലക്ഷം രൂപ. കോഴിക്കോടും കണ്ണൂരും അടക്കം 4 ജില്ലകളിൽ DMO നിയമനം പ്രതിസന്ധിയിൽ. നിയമന പ്രതിസന്ധിക്ക് പിന്നിൽ രാഷ്ട്രീയ ചരട് വലിയെന്ന ആക്ഷേപം ശക്തം. DCC നേതൃത്വവും ആരോഗ്യമന്ത്രിയും 2 തട്ടിലായതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയതെന്ന് സൂചന. കോഴിക്കോട് മാത്രം പരിഗണനയിലുള്ളത് 11 പേർ. കാസർഗോഡും മലപ്പുറത്തും സമാന പ്രതിസന്ധിയുണ്ട് എന്നും റിപ്പോർട്ട്. ഷിഗല്ല അടക്കം പകർച്ചവ്യാധികൾ രൂക്ഷമാകുന്ന ജില്ലകളിലെ DMO പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് കടുത്ത ആശങ്ക. ആരോഗ്യമന്ത്രി നിയമസഭയിൽ നൽകിയ ഉറപ്പ് പാലിക്കണമെന്ന് PM മുഹമ്മദ് റിയാസ്. പകർച്ചപ്പനികളുടെ കാലത്ത് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉണ്ടായിരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്നും അവരാണ് കാര്യങ്ങൾ ഏകോപിപ്പിക്കേണ്ടതെന്നും KK ശൈലജ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അസാധാരണ നീക്കവുമായി ED. 9ാം പ്രതിയുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ED ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി. 9ാം പ്രതിയായ ഹരീഷ് കുമാർ കേസിൽ ജാമ്യം ലഭിക്കുന്ന ആദ്യ പ്രതി. പ്രതിക്ക് ജാമ്യം ലഭിച്ചത് പ്രതിയെ കസ്റ്റഡിയിൽ വേണ്ട എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ വാദിച്ചതോടെ ED കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണങ്ങളും ചോദ്യം ചെയ്യലുകളും നടന്നു വരുന്നതിനാലും പ്രതി ജാമ്യത്തിലിറങ്ങിയാൽ സമാന രീതിയിലുള്ള ആക്രമണ സംഭവങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തി ഗുരുതര ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനിടയുണ്ടെന്നും പോലീസ് റിപ്പോർട്ട്. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.